അന്നിസായിലെ 43-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വാക്യത്തിൽ കുറേയധികം കാര്യങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതിലാദ്യം നിസ്കരിക്കാൻ വരുമ്പോൾ മദ്യപിച്ച് വരരുത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ജനാപത്തുള്ളവർ പള്ളിയിൽ വരരുത് എന്ന് പറയുന്നു. പള്ളിയുടെ മൂലയിൽ കൂടെ വേണമെങ്കിൽ നടന്നു പോകാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ മലമൂത്ര വിസർജനം ചെയ്താൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നു. സ്ത്രീകളെ തൊട്ടാൽ ഒതു കുറിയുമോ ഇല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് സംസാരിച്ചത്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് ജനാപത്തുകാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നത് വരെയും നിസ്കരിക്കാൻ വരരുത് എന്നാണ്. ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നത് വരെ. എന്ന് വെച്ചാൽ പൂസ ഇറങ്ങിയിട്ട് നിങ്ങൾ പറയുന്നതും ഓതുന്നതൊക്കെ എന്താണെന്നുള്ളത് തിരിച്ചറിവുണ്ടാകുന്ന ഒരു ഘട്ടത്തിലെത്തുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് നിസ്കരിക്കാൻ വരരുത് എന്നതിൻ്റെ തുടർച്ചയാണ്. ജനാപത്തുകാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നത് വരെയും നിസ്കരിക്കാൻ വരരുത്. എന്താണ് ഈ ജനാപത്തുകാർ? ജനാപത്തുകാർ പറഞ്ഞാൽ വലിയ അശുദ്ധി എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അതിന് പറയുന്നത്. ഒരു മനുഷ്യൻ എപ്പോഴാണ് ഏറ്റവും വലിയ അശുദ്ധനായി മാറുന്നത്? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഈ ശുക്ലസ്ഖലനം നടന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ശരീരം മൊത്തം അശുദ്ധിയായി. അത് ചെറിയ അശുദ്ധിയല്ല, വലിയ അശുദ്ധിയാണ്. അപ്പിയിട്ടാലും മൂത്രമൊഴിച്ചാലൊക്കെ ചെറിയ അശുദ്ധിയേ വരുള്ളൂ. പക്ഷേ സംഭോഗം നടത്തിക്കഴിഞ്ഞാൽ വലിയ അശുദ്ധി വരും. അതിനാണ് ജനാപത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ സംഭോഗം നടത്തി സ്ഖലനം ഉണ്ടായി, സംഭോഗം നടത്തണമെന്നൊന്നുമില്ല, സ്വപ്നസ്ഖലനം ഉണ്ടായാലും മതി, സ്ഖലനം സംഭവിച്ചാൽ അയാളുടെ ശരീരം അശുദ്ധമായി എന്ന ഒരു അന്ധവിശ്വാസമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിനൊരു ക്ലോസ് വെക്കുന്നുണ്ട്. ആ ക്ലോസ് എന്താണെന്ന് നോക്കൂ. നിങ്ങൾ വഴി കടന്നു പോകുന്നവരായിക്കൊണ്ടല്ലാതെ. എന്താണ് ഈ വഴി കടന്നു പോകുന്നവരല്ലാതെ എന്നൊരു ക്ലോസ് ഈ ജനാപത്തുകാരുടെ നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? അത് വന്നതിൻ്റെ ഒരു പശ്ചാത്തലം പറയുന്നത് ഇങ്ങനെയാണ്. ഇബ്നു കസീർ കൊടുത്തിട്ടുണ്ട്. വെൻ സം മെൻ ഫ്രം ദി അൻസാർ ഹൂസ് ഡോർസ് ലിറ്ററലി ഓപ്പൺഡ് ഇൻ ടു ദ മസ്ജിദ് വേർ sexually impure and they did not have water, their only way to get water was to pass through the masjid, so Allah sent down. അപ്പോൾ മുഹമ്മദ് മദീനയിൽ നിസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരുപാട് ആളുകളുടെ വീടുകളിൽ നിന്നുള്ള വാതിലുകൾ നേരിട്ട് തുറന്നു വെച്ചിരുന്നു. എന്നുവെച്ചാൽ വാതിൽ തുറന്നാൽ ഈ നിസ്കാര സ്ഥലമായിട്ടുള്ള പള്ളിയിലേക്കാണ് കടക്കേണ്ടത്. പള്ളി എന്നൊന്നും പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങൊന്നും അല്ല അന്ന്. പള്ളി എന്ന് പറഞ്ഞാൽ വേലി കെട്ടി തിരിച്ച ഒരു ഓപ്പൺ സ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പണായിട്ട് കിടക്കുന്ന എല്ലാവർക്കും കൂടെ കൂട്ടത്തോടെ വന്ന് മീറ്റിംഗ് കൂടാനും നിസ്കരിക്കാനും പറ്റുന്ന ആ കൂട്ടത്തോടെ നടക്കുന്ന ആ സ്ഥലത്തേക്ക് പല വീടുകളിൽ നിന്നും വീടുകളുടെ വാതിൽ തുറന്നു വെച്ചിരുന്നു. അപ്പോൾ പല വീടുകളിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് വേണമായിരുന്നു പുറത്തേക്ക് പോവാൻ. അപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ജനാപത്തുണ്ടായ ഒരാൾക്ക് കുളിക്കാൻ വെള്ളം കിട്ടണമെങ്കിൽ അയാൾക്ക് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകണമെങ്കിൽ അയാൾ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകണം. അപ്പോൾ അങ്ങനെയുള്ളവരോട് പള്ളീൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് പോകാനും കുളിക്കാനും പറ്റില്ല. കുളിക്കാതെ അവർക്കോട്ട് പള്ളിക്ക് വരാനും പറ്റില്ല. ഈ ഒരു പരിതസ്ഥിതിയിൽ ആണ് ഇങ്ങനെ ഒരു ക്ലോസ് അതിനകത്ത് വെക്കുന്നത്. ജനാപത്തുകാരായിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത്, വഴി നടന്നു പോകുന്നവർക്ക് അതിലങ്ങോട്ട് പോകാം എന്നാണ് പോലും ഈ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകാവസാനം വരേക്ക് ഉള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ശരി തെറ്റ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം ഉണ്ടാക്കും മുമ്പ് തയ്യാറാക്കി വെച്ച ഒരു പുസ്തകത്തിൽ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ വഴി നടന്നു പോകാൻ നിങ്ങൾ ജനാപത്തുകാരായാലും കുഴപ്പമില്ല എന്നും നിസ്കരിക്കാൻ മാത്രം നിങ്ങൾ ജനാപത്തിൽ വരരുത് എന്നൊക്കെ ആയത്തിറക്കേണ്ട വല്ല ഗതികേടും വരും ഒരു പടച്ചോനും. അപ്പോൾ ഈ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത്, വീടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്നും ആലോചിച്ചില്ല. അതുകൊണ്ട് അവിടെ മാത്രം ഉണ്ടായൊരു പ്രശ്നമാണിത്. ഇന്ന് ആർക്കെങ്കിലും ഇങ്ങനെ സെക്സ് ചെയ്തതിന് ശേഷം പള്ളീൻ്റെ ഉള്ളിൽ കൂടെ അല്ലാതെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഗതികേടുണ്ടോ? അപ്പോൾ പിന്നെ ഇങ്ങനെ ആയത്തൊക്കെ ഒരു ഖുർആനിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ തലക്ക് വെളിവുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ അന്ന് മുഹമ്മദിൻ്റെ പള്ളിയും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ താമസിച്ചിരുന്ന വീടുകളും ഒക്കെ തമ്മിലുള്ള കണക്ഷൻ അങ്ങനെയായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഈ പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ അല്ലാതെ വഴിയില്ലാത്തതുകൊണ്ട്
വീട്ടിൻ്റെ അകത്തുനിന്ന് സെക്സ് ചെയ്ത ആൾക്കാർക്ക് കുളിക്കാൻ പോകണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകണം. അപ്പോൾ അങ്ങനെ പോണവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ആയത്താണിത്. ഇതിനൊക്കെ ലോകാവസാനം വരെ എന്ത് പ്രസക്തിയാണുള്ളത് കൂട്ടരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അത് ഖുർആനിലൊരായത്തായിട്ട് എഴുതി വെക്കുക, നിങ്ങൾ ജനാപത്തുകാരായിട്ട് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരരുത്, നടന്നു പോകുന്നവർക്ക് കുഴപ്പമില്ല, വഴി നടന്നു പോകുന്നവർക്ക് കുഴപ്പമില്ല, അങ്ങനെയും പോയിക്കോളൂ. ഇതാണ് ഇതിൻ്റെ സന്ദർഭമായിട്ട് പറയുന്നത്. ഇനി ഈ വാക്യത്തെക്കുറിച്ച് നമ്മുടെ മൗദൂദി എഴുതി വെച്ചത് ഞാൻ വായിക്കാം. ഖുർആൻ ഭാഷ്യകാരന്മാരുടെയും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെയും ഒരു വിഭാഗം ഈ വാക്യത്തിന് നൽകിയ അർത്ഥം ഇതാണ്: വല്ല കാരണവശാലും ജനാപത്തുകാരൻ പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിൽ തങ്ങാതെ വേഗം പുറത്തു പോരണം. അബ്ദുല്ലാഹിബ്നു മസൂദ്, അനസുബ്നു മാലിക്, ഹസൻ ബസരി, ഇബ്രാഹിമുൻ നഖഈ മുതലായ മഹാന്മാരെല്ലാം ഈ വ്യാഖ്യാനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു വിഭാഗം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാത്രയാണ്. അതായത് യാത്രാവേളയിൽ ജനാപത്തുകാരന് കുളിക്കാതെ തയമ്മും ചെയ്ത് നമസ്കരിക്കാമെന്ന്. അലി, ഇബ്നു അബ്ബാസ്, സയ്യിദ് ഇബ്നു ജുബൈർ ആദിയായവരുടെ വ്യാഖ്യാനമാണ് ഇത്. ജനാപത്തുകാരന് വുളു ഉണ്ടെങ്കിൽ പള്ളിയിൽ തങ്ങുന്നത് അനുവദനീയമാണെന്നാണ് ഇവർ പറയുന്നത്. യാത്രാവസരത്തിൽ കുളിക്കാൻ സൗകര്യമില്ലാത്ത പക്ഷം ജനാപത്തുകാരന് തയമ്മം ചെയ്ത് നമസ്കരിക്കാമെന്ന കാര്യത്തിൽ ഇരുപക്ഷക്കാരും ഏറെക്കുറെ യോജിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്തിൻ്റെ ആധാരമാക്കി അല്ല, ഹദീസുകളെ രേഖ പിടിച്ചുകൊണ്ടാണ് ആദ്യപക്ഷക്കാർ ആ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ജനാപത്തുകാരായി നിങ്ങൾ കുളിക്കുന്നത് വരെ നിസ്കാരത്തിന് വരരുത് എന്ന് പറഞ്ഞതിന് ശേഷം വഴി കടന്നു പോകുന്നവരായിക്കൊണ്ടല്ലാതെ എന്ന് ക്ലോസ് കൊടുത്തതുകൊണ്ട് ആ വഴി നടന്നു പോകൽ എന്താണ് എന്നതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി എന്നാണ് മൗദൂദി ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ അത് കേട്ട ആളുകൾക്ക് അത് മനസ്സിലാവും. പക്ഷേ ആ സന്ദർഭം കഴിഞ്ഞ് അത് മറ്റൊരു സന്ദർഭത്തിൽ ഇത് വായിക്കുമ്പോൾ എന്താണ് ഈ പറയുന്നത് എന്ന് ആർക്കും മനസ്സിലാവാത്ത രൂപത്തിലാണ് ഖുർആനിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഇത് അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. കാരണം വഴി കടന്നു പോകുന്നവരല്ലാതെ ജനാപത്തുകാരായിട്ടാരും പള്ളിയിൽ വരരുത്, നിസ്കരിക്കാൻ വരരുത് എന്ന് പറയുമ്പോൾ ഏത് വഴി നടന്നു പോകലാണത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരെ മറിച്ച് ഇത് അവതരിച്ച സന്ദർഭം ഞാൻ ആദ്യം പറഞ്ഞതാണെങ്കിൽ, അതായത് പള്ളീൻ്റെ ഉള്ളിൽ കൂടെ അല്ലാതെ പുറത്തേക്ക് കുളിക്കാൻ പോകാൻ പറ്റാത്ത ചില അൻസാറുകളുടെ വീടുകളുണ്ടായിരുന്നുവെന്നും ആ അൻസാറുകൾ അതിൽ കൂടെ പോകാൻ വേണ്ടി സമ്മതം ചോദിച്ച സമയത്താണ് ഇത് അവതരിപ്പിച്ചത് എന്നും സന്ദർഭം പറയുമ്പോൾ ആ സന്ദർഭത്തിലാണ് ഇത് പറഞ്ഞതെങ്കിൽ അത് കേട്ടവർക്കൊക്കെ അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓൽക്ക് ഇതിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തതാണ്, അല്ലാത്തവരൊന്നും പള്ളിയിൽ വരരുത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവും. പക്ഷേ ഈ ആയത്ത് വായിച്ചാൽ ഈ സന്ദർഭം പറഞ്ഞില്ലെങ്കിൽ ഈ ആയത്ത് വായിച്ചാൽ എന്താ മനസ്സിലാവുക? വഴി നടന്നു പോകുന്നവർക്ക് ജനാപത്തുകാരായാലും നിസ്കരിക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. അതിനെ പിന്നെ വ്യാഖ്യാനിച്ചിട്ട് ജനാപത്തുകാരായാൽ ഓർക്ക് തയമം ചെയ്തിട്ട് നിസ്കരിക്കാം എന്നാക്കി വ്യാഖ്യാനിച്ചിട്ട്, തയമം ചെയ്തിട്ട് നിസ്കരിക്കുന്ന കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. അതല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് പള്ളിയിലേക്ക് വരരുത്, ജനാപത്തുള്ളവർ പള്ളിയിലേക്ക് വരരുത്, നിസ്കരിക്കാൻ വരരുത്, കടന്നു പോകുന്നവർക്ക് കുഴപ്പമില്ല എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ സന്ദർഭം കൃത്യമായി മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ആശയം മനസ്സിലാവും. പക്ഷേ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഇതിൽ തർക്കം ഉണ്ടായത്. അവിടെയാണ് പിന്നീട് വ്യാഖ്യാനിച്ചിട്ട് വഴിയാത്രക്കാർക്ക് ജനാപത്തുണ്ടായാൽ കുളിച്ചില്ലെങ്കിലും തയമം ചെയ്തിട്ട് നിസ്കരിക്കാം. അതിപ്പോൾ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു, ഒരാൾ അംർ ഇബ്നു ആസ് ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കാനുള്ള മടി കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുളിക്കാതിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിച്ചത് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇമാമായി നിസ്കരിക്കുമ്പോൾ നീ കുളിക്കാതെയാണോ നിസ്കരിച്ചത് എന്ന് നബി ചോദിച്ചപ്പോൾ ഞാൻ മരിക്കുന്നത് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നബി ചിരിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞ ആയത്തിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ പറയുന്നത് എന്നാണ് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത്. എന്നാൽ സന്ദർഭം വിവരിക്കുന്നത് അങ്ങനെയല്ല. പള്ളീൻ്റെ ഉള്ളിൽ കൂടെ കടക്കാതെ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അങ്ങോട്ട് കടന്നു പോകാം, പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമോ, പള്ളിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയോ ചെയ്യരുത്, അങ്ങനെയുള്ളവർ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് അള്ളാഹു ഓരോരോ ആയത്തിറക്കുന്നത്. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2-3 ആൾക്കാർക്ക് മാത്രം ബാധകമായ, തീർത്തും അപ്രസക്തമായ എത്രയോ കാര്യങ്ങൾ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ കിതാബിൽ എഴുതി വെച്ചിട്ട് ജിബ്രീലിൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ്.
ഇതൊക്കെ എങ്ങനെയാണ് കൂട്ടരെ ഒരു മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാവുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ഇനിയാണ് ഇതിൽ തയമം ചെയ്യുന്ന കാര്യം പറയുന്നത്. നിങ്ങൾ രോഗികളായിരിക്കുകയോ യാത്രയിലാവുകയോ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരികയോ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ല എങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ള ഭൂമുഖം തേടിക്കൊള്ളുക. എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക. തീർച്ചയായും അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മണ്ണ് വാരി തേച്ചാൽ മതി എന്നാണ് ഈ പറഞ്ഞത്. വുളു ഉണ്ടാക്കാനും കുളിക്കാനൊന്നും നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജനാപത്തുള്ള ആളാണെങ്കിലും നിങ്ങൾ മണ്ണുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വുളു ഉണ്ടാക്കിയിട്ട് നടന്നോളിയും. അതൊക്കെ പടച്ചോൻ പുറത്തോളും. പടച്ചോൻ ഭയങ്കര പൊറുക്കലിൻ്റെ ആളാണെന്ന്. അപ്പി ഇട്ടിട്ട് ചന്തി അയക്കില്ലെങ്കിലും പൊറുക്കാൻ കാത്തിരിക്കുകയാണ് അള്ളാഹു. സാരമില്ല, മണ്ണുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. മണ്ണുകൊണ്ട് അവിടെ തേക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മണ്ണുകൊണ്ട് കൈയും മുഖമൊക്കെ ഒന്ന് തടവിയാൽ പ്രശ്നം തീരുമെന്നാണ് പറയുന്നത്. വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് അള്ളാഹിൻ്റെ കിതാബിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇവരാണ് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്ന പാശ്ചാത്യരെ അയ്യേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കൂട്ടർ. അതും കൂടെ നമ്മളിതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. പാശ്ചാത്യർ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത് തണുപ്പായതുകൊണ്ടാണ്. കാരണം അവിടെ കുറച്ചാലും പോയി ജീവിച്ചാൽ നമ്മളും ടിഷ്യൂ പേപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങും. കാരണം വെള്ളം തൊടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിട്ടാത്ത നാടായതുകൊണ്ടാണ് ഇവർ മണ്ണും കല്ലും എടുത്തിട്ട് ശുദ്ധിയാക്കുന്നത്. അപ്പോൾ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മനുഷ്യർക്ക് സൗകര്യമുള്ളതൊക്കെ ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നതിൽ അപ്പുറത്തേക്ക് ഇതിനൊക്കെ ഒരു ദൈവം ഇങ്ങനെ ആയത്തിറക്കിയിട്ട് നിങ്ങൾ അപ്പിയിട്ടാൽ എങ്ങനെയാണ് കഴുകേണ്ടത്, വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താ കാട്ടേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ആയത്തുകൾ ഇറക്കി എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കാനാണ് പടച്ചോൻ വെളിപാടിൻ്റെ പുസ്തകം ഇറക്കിയത് എന്ന് പറയുന്ന ആ ഒരു യുക്തി നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പിയിട്ടാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നൊന്നും മനുഷ്യന് സ്വന്തമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. മനുഷ്യൻ്റെ ബുദ്ധിയുടെ പരിമിതി കാരണം മനുഷ്യർക്ക് അതിനൊന്നൊരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു ആകാശത്തു നിന്ന് ഇജാതി സാധനങ്ങളൊക്കെ ഇറക്കി തന്നിട്ടുള്ളത് എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പിയിട്ടാൽ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ജന്തുവാണോ മനുഷ്യൻ? സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്യുന്നുവെങ്കിൽ, സ്ത്രീകളെ സ്പർശിക്കുകയാണെങ്കിൽ എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇനി മൗദൂദി ചർച്ച ചെയ്യുന്നത്. സ്ത്രീകളെ സ്പർശിച്ചാൽ വുളു എടുക്കണോ വേണ്ടേ? വെള്ളം കിട്ടിയില്ലെങ്കിൽ സ്ത്രീകളെ സ്പർശിച്ച ഒരാൾ മണ്ണ് വെച്ച് തേക്കണോ വേണ്ടേ? ഈ കാര്യമാണ് പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ, അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ തർക്കിക്കുന്ന ഒരു വിഷയം. മൗദൂദി എഴുതിയത് നോക്ക് വായിക്കാം. മൂലത്തിലെ ലമാസ എന്ന ശബ്ദത്തിനാണ് ഇവിടെ സ്പർശിക്കുക എന്ന് തർജ്ജമ കൊടുത്തിരിക്കുന്നത്. അലി ഇബ്നു അബ്ബാസ്, അബു മൂസൽ അശ്അരി, ഉബയ്യ് കഅബ്, സഈദുൽ ജുബൈർ, ഹസൻ ബസരി മുതൽ ഒട്ടനേകം മഹാന്മാരുടെ അഭിപ്രായത്തിൽ സ്പർശനം കൊണ്ടുള്ള വിവക്ഷ സംഭോഗമാണ്. ഇമാം അബൂ ഹനീഫയും ശിഷ്യന്മാരും സുഫിയാനു സൗരിയും ഇതേ അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായത്തിൽ സാധാരണ സ്പർശം തന്നെയാണ് ഉദ്ദേശ്യം. അപ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ ശരീരാംശങ്ങൾ പരസ്പരം സ്പർശിച്ചാൽ വുളു മുറിയും. അതേ അഭിപ്രായമാണ് അബ്ദുല്ലാഹിബ്നു മസൂദ്, അബ്ദുല്ലാഹിബ്നു ഉമർ എന്നിവർക്കുള്ളത്. ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവും പ്രകാരം ഹസ്രത്ത് ഉമറും ഈ അഭിപ്രായക്കാരനാണ്. ഇതേ അഭിപ്രായമാണ് ഇമാം ഷാഫി ബലപ്പെടുത്തിയിട്ടുള്ളത്. പ്രസ്തുത രണ്ട് പക്ഷങ്ങളുടെയും മധ്യത്തിൽ വർത്തിക്കുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണമായി, വെറും സ്പർശനം കൊണ്ട് വുളുവിന് ദോഷമൊന്നുമില്ലെങ്കിലും ഭാര്യയോ ഭർത്താവോ കാമവികാരത്തോടെ സ്പർശിച്ചാൽ വുളു മുറിയുമെന്നാണ് ഇമാം മാലിക് മുതലായവരുടെ പക്ഷം. അപ്പോൾ ഇവിടെ സ്ത്രീകളെ സ്പർശിക്കുകയോ ചെയ്താൽ എന്ന് ഈ ഒരു വാക്യത്തിൽ പറഞ്ഞതുകൊണ്ട് മണ്ണ് തേക്കണ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ജനാപത്തുള്ളവരായിരിക്കുകയോ മലമൂത്ര വിസർജനം ചെയ്യുകയോ സ്ത്രീകളെ സ്പർശിക്കുകയോ ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടുമില്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് കൊണ്ട് തയമം ചെയ്താൽ മതി എന്നാണ് ഇപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞത്. അതിൽ ജനാപത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, മലമൂത്ര വിസർജനം നമ്മൾ പറഞ്ഞു, മൂന്നാമത് സ്ത്രീകളെ സ്പർശിച്ചാൽ എന്ന് പറഞ്ഞതാണ് അഭിപ്രായ വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് 3 അഭിപ്രായങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ മൗദൂദി എഴുതി വെച്ചത്. ഒന്ന്, ഭാര്യയും ഭർത്താവുമായാലും അല്ലെങ്കിൽ ശരി ഒരാണും പെണ്ണും തമ്മിൽ തൊട്ടാൽ മതി വുളു മുറിയും.
ശരീരത്തിൽ എവിടെയെങ്കിലും തൊട്ടാൽ മതി. അത് ഡ്രസ്സിൻ്റെ മേലെ തൊട്ടാൽ പറ്റുമോ പറ്റൂല എന്നുള്ള തർക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സില്ലാതെ തൊട്ടാൽ, തൊലി തമ്മിൽ സ്പർശിച്ചാൽ മതി, ഒതു മുറിയും. പിന്നെ രണ്ടാമത് ഒതു ഉണ്ടാക്കണം. ഒതു മുറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒതു എടുത്തിട്ട് ശുദ്ധിയാക്കുക, ശരീരം ശുദ്ധിയാക്കി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റും. നിസ്കരിക്കുന്നതിന് മുമ്പ് ഈ ഒതു മുറിഞ്ഞു പോയാൽ, മുറിയുന്നതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മുറിഞ്ഞു പോയാൽ വീണ്ടും ഒതു എടുക്കണം. അതാണ് ഈ ഒതു മുറിയുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പെണ്ണും ആണും തമ്മിൽ ശരീരം എവിടെയെങ്കിലും ഒന്ന് സ്പർശിച്ച് പോയാൽ ഒതു മുറിയും എന്നാണ് ഒരഭിപ്രായം. വേറൊരു അഭിപ്രായം, അത് പറ്റൂല, അവർ രണ്ടാളും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, സംഭോഗത്തിൽ ഏർപ്പെട്ടാലേ ഒതു മുറിയുള്ളൂ എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, കാമവികാരത്തോടു കൂടി സ്പർശിച്ചാൽ ഒതു മുറിയും, അല്ലാതെ അറിയാതെ തൊട്ടുപോയാലൊന്നും മുറിയില്ല എന്നുള്ളതാണ് മൂന്നഭിപ്രായം. ഇബ്ലീസ് ചക്കര തേച്ച കഥ നമുക്ക് മനസ്സിലായല്ലോ. അള്ളാഹു ഓരോരോ ആയത്തിറക്കിയിട്ടാണ് പോവുകയാണ്. എന്നിട്ട് ആയത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പണ്ഡിതന്മാരും വ്യാഖ്യാതാക്കളും ലോകാവസാനം വരെ ഇരുന്നിട്ട് ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങളിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഖുർആൻ ഇറക്കിയത്? മനുഷ്യന് യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് പെണ്ണിനെ തൊട്ടാൽ ഒതു മുറിയോ മറിയില്ല എന്നുള്ളത് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലല്ലോ. അപ്പിട്ടാൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് യുക്തി കൊണ്ട് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ കിതാബ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ജിബ്രീലിൻ്റെ കയ്യിൽ സാധനം കൊടുത്തയച്ചത്. എന്നിട്ട് ആ കൊടുത്തയച്ച സാധനം വായിച്ചിട്ട് നമുക്ക് പെണ്ണിനെ തൊട്ടാൽ ഒതു മുറിയോ മുറിയില്ല എന്നുള്ളത് മനസ്സിലാവണില്ല. എന്നിട്ട് നമ്മൾ പറയാം, ഒരു കൂട്ടർ പറയാണ് വെറുതെ തൊട്ടാൽ മുറിയില്ല, കാമത്തോടു കൂടി തൊട്ടാൽ മുറിയും, എങ്ങനെ തൊട്ടാലും മുറിയില്ല, സംയോഗം ചെയ്താലേ മുറിയുള്ളൂ, സംയോഗം ചെയ്താലും മുറിയില്ല, സ്ഖലനം നടന്നാലേ മുറിയുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് തർക്കിക്കുന്നതാണ് കാണുന്നത്. തർക്കമില്ലാത്തൊരു സാധനം ഇതിനകത്തില്ല. നിസ്സാരമായ ഒരു വാക്യമ പിടിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാതെ തർക്കിക്കുക. പഠിച്ചോൻ കിതാബ് കൊടുത്തയച്ചത് മനുഷ്യൻ്റെ യുക്തി കൊണ്ടൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യർക്കില്ലാത്തതുകൊണ്ട്, യുക്തിക്ക് പരിമിതി ഉള്ളതുകൊണ്ടാണ് വെളിപാടിറക്കി തന്നത്. ഇനി ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് ഇമാം റാസി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ സൂക്തത്തിൻ്റെ അവതരണ കാരണത്തെക്കുറിച്ച് മുഫസ്സിറുകൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, മദ്യം അനുവദനീയമായിരുന്ന ആദ്യകാലത്ത് മദീനയിലെ കോടീശ്വരനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മക്കയിലെ ഉന്നതന്മാരായ ആളുകൾക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കി. അവർ ഇഷ്ടാനുസരണം തിന്നുകയും കുടിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ മഗ്രിബി നമസ്കാരത്തിൻ്റെ സമയമായി. അവരിൽ ഒരാൾ അവർക്ക് ഇമാമായി നിസ്കരിക്കാൻ മുന്നോട്ട് വന്നു. അദ്ദേഹം സൂറത്തുൽ കാഫിറൂൻ തെറ്റിച്ചോതാൻ തുടങ്ങി. തദവസരത്തിലാണ് ഈ സൂക്തം അവതരിച്ചത്. അതുമുതൽ അവർ നമസ്കാര സമയമെടുത്താൽ മദ്യപിക്കുമായിരുന്നില്ല. ഇശാ നമസ്കാരാനന്തരം കുടിക്കും. സുബൈ ആവുമ്പോഴേക്കും ലഹരിയെല്ലാം മാറിയിട്ടുണ്ടാവും. അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. പിന്നീടാണ് പൂർണ്ണമായി മദ്യം നിരോധിച്ചുകൊണ്ട് സൂറത്തുൽ മായിദയിലെ വാക്യങ്ങൾ അവതരിച്ചത്. രണ്ടാമത്തെ അഭിപ്രായം ഇതാണ്. ഇബ്നു അബ്ബാസ് പറയുന്നു, മദ്യനിരോധനത്തിന് മുമ്പ് പ്രമുഖരായ ഒരു സംഘം സഹാബികളെക്കുറിച്ചാണ് ഇത് അവതരിച്ചത്. അവർ മദ്യപിക്കുകയും പ്രവാചകനോടൊപ്പം നമസ്കരിക്കുന്നതിനായി മദീന പള്ളിയിൽ വരികയും ചെയ്യുമായിരുന്നു. എന്നാൽ ഖുർആൻ അവരെ അതിൽ നിന്ന് വിലക്കി. ഇനി ഈ ആയത്തിലെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 4 വിഭാഗക്കാരെക്കുറിച്ച് പറയുന്നു. 1 രോഗികൾ, യാത്രക്കാർ, വിസർജനം കഴിഞ്ഞ് വന്നവർ, 4 സ്ത്രീകളെ സ്പർശിച്ചവർ. ഈ പള്ളിയിൽ കിടക്കുന്ന കാര്യം നിസ്കരിക്കാൻ വരുന്ന കാര്യമാണ്. ഇവർക്കൊന്നും വരാൻ പാടില്ല. ആദ്യത്തെ 2 വിഭാഗം തയമ്മുമിലേക്ക് തിരിയണം. 3ഉം 4ഉം വിഭാഗക്കാർ വെള്ളം ലഭ്യമാണെങ്കിൽ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കണം, അല്ലാത്ത പക്ഷം തയമ്മും ചെയ്യണം. രോഗം, ഇവിടെ 3 വിഭാഗക്കാരെ പറയുന്നു. 1, വെള്ളം ഉപയോഗിച്ചാൽ ജീവഹാനി സംഭവിക്കുമെന്ന് പേടിക്കുക. 2, വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് കഠിനമായ വേദനയോ നീറ്റലോ ഉണ്ടാവുക. 3, മരണവും വേദനയും ഭയപ്പെടുന്നില്ലെങ്കിലും ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആശങ്കപ്പെടുക. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആദ്യത്തെ 2 വിഭാഗത്തിനും തയമ്മും അനുവദനീയമാക്കി. അവരുടെ തെളിവ് വെള്ളം ലഭിച്ചില്ലെങ്കിൽ ഈ സൂക്തത്തിലൂടെ രോഗികൾക്ക് തയമ്മും ചെയ്യുന്നതിന് അള്ളാഹു അനുമതി നൽകി എന്നതാണ്. വെള്ളമുള്ളപ്പോൾ തയമ്മും പാടില്ല എന്നതിന് അതിൽ തെളിവില്ല. എന്നാൽ നബി തയമ്മും അനുവദനീയമാക്കിയിട്ടുണ്ട്. ചില സഹാബത്തിൽ നിന്ന് നിവേദനം ചെയ്ത റിപ്പോർട്ടുകളും അതിനെ ശക്തിപ്പെടുത്തുന്നു. ഒരാൾക്ക് ജനാബത്ത് ഉണ്ടാവുകയും ദേഹത്ത് ആഴത്തിലുള്ള മുറിവുണ്ടാവുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് അന്വേഷിച്ചു. കുളിക്കുക തന്നെ വേണമെന്ന് കൽപ്പിച്ചതിനാൽ കുളിക്കുകയും തന്മൂലം രോഗം അധികരിച്ച് അയാൾ മരണമടയുകയും ഉണ്ടായി. ഇത് കേട്ട നബി ഇപ്രകാരം പ്രതിവചിച്ചു, അവർ അദ്ദേഹത്തെ കൊന്നു, അള്ളാഹു അവരെയും കൊല്ലട്ടെ. ഈ സംഭവവും രോഗാവസ്ഥയിൽ വെള്ളമുണ്ടെങ്കിലും തയമ്മും അനുവദനീയമാണ് എന്നത് നിസ്സംശയം വ്യക്തമാക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ശരീഅത്ത് നിയമങ്ങൾ രൂപപ്പെടുന്നത് കേട്ടോ. യാത്രക്കാരന് വെള്ളം ലഭ്യമല്ലെങ്കിൽ യാത്ര ചെറുതാവട്ടെ വലുതാവട്ടെ തയമ്മും ചെയ്യാമെന്ന് ഈ സൂക്തം വ്യക്തമാക്കുന്നുണ്ട്. വിസർജനം മൂലം അശുദ്ധി ഉണ്ടായാൽ ശുദ്ധീകരണത്തിനായി ഉദുവിന് പകരം തയമ്മും ചെയ്യാം.
സ്ത്രീ സ്പർശം ഇതുകൊണ്ട് ഉദ്ദേശ്യം ജിമാ സംഭോഗം ആണ് എന്ന് ഒരു വിഭാഗം മുഫസ്സിറുകൾ, ഇബ്നു അബ്ബാസും ഹസനും മുജാഹിദും ഖത്താദയും ഈ അഭിപ്രായക്കാരാണ്. ഇമാം അബു ഹനീഫയും ഇതേ അഭിപ്രായക്കാരനാണ്. കൈകൊണ്ടുള്ള സ്പർശം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വുളു മുറിക്കുകയില്ല. രണ്ടാമത്തെ അഭിപ്രായം മനുഷ്യരുടെ തൊലി തമ്മിൽ തൊടലാകുന്നു. ഇബ്നു മസൂദ്, ഇബ്നു ഉമർ, സഹബി, നഖി എന്നിവർ ഈ അഭിപ്രായക്കാരാണ്. ഇമാം ഷാഫി ഈ അഭിപ്രായം അംഗീകരിക്കുന്നു. ഈ 4 കാരണങ്ങൾക്ക് ശേഷവും അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളം ലഭിച്ചില്ലെങ്കിൽ തയമ്മും ചെയ്യാം. ഇമാം ഷാഫി പറയുന്നു, നമസ്കാരത്തിൻ്റെ സമയമാവുകയും വെള്ളം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരിക്കുകയും ചെയ്താൽ തയമ്മും ചെയ്ത് നമസ്കരിക്കണം. പിന്നീട് അടുത്ത നമസ്കാര സമയം ആസന്നമായാൽ വീണ്ടും വെള്ളം അന്വേഷിക്കുക നിർബന്ധമാണ്. എന്നാൽ ഇമാം അബു ഹനീഫ പറയുന്നത് രണ്ടാമത് അന്വേഷിക്കൽ നിർബന്ധമില്ല എന്നാണ്. ലഭ്യമായ വെള്ളം തൻ്റെയോ തൻ്റെ മൃഗത്തിൻ്റെയോ ദാഹശമനത്തിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നാൽ തയമ്മും ചെയ്താൽ മതി എന്നതിൽ ഇമാമുകൾ ഏകാഭിപ്രായക്കാരാണ്. എന്നാൽ ലഭ്യമായ വെള്ളം വുളുവിന് തികയുകയില്ല എങ്കിൽ ഉള്ള വെള്ളം ഉപയോഗിച്ച് ബാക്കി തയമ്മും ചെയ്യൽ നിർബന്ധമാണെന്ന് ഷാഫി ഇമാം പ്രസ്താവിക്കുന്നു. സൂക്തത്തിൻ്റെ ബാഹ്യ അർത്ഥം അതിന് തെളിവാണ്. പൊടിയില്ലാത്ത പാറപ്പുറത്ത് കൈകൊണ്ടടിച്ച് തടവിയാലും മതി എന്ന് ഇമാം അബു ഹനീഫ പറയുന്നു. തയമ്മുമിന് കരുതുക എന്നും സഈദിന് ഭൂമിയിൽ നിന്ന് ഉയർന്ന സ്ഥലം എന്നും ഭാഷാർത്ഥം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിരുപാധികം ഭൂമിയെ കരുതിയാൽ മതി എന്നു സിദ്ധം. എന്നാൽ ഷാഫി ഇമാം പറയുന്നു, ഈ സൂക്തം ഇവിടെ നിരുപാധികമായി പറഞ്ഞതാണ്. സൂറത്തുൽ മാഇദയിൽ ഇതിന് ഉപാധി വെക്കുന്നുണ്ട്. തയമ്മും പൊടിയുള്ള മണ്ണുകൊണ്ടാവണമെന്ന് അവിടെ നിഷ്കർഷിക്കുന്നു. അപ്പോൾ എന്താണ് ഈ തയമ്മും ചെയ്യുക, എപ്പോഴാണ് ഈ തയമ്മും ചെയ്യുക, എന്തുകൊണ്ടാണ് ഈ തയമ്മും ചെയ്യേണ്ടത് എന്ന കാര്യത്തിലൊക്കെ അവ്യക്തതയും അഭിപ്രായ ഭിന്നതയും നിലനിൽക്കുന്നു. കാരണം ഖുർആനിൽ ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോയിട്ടുള്ളൂ, ഒന്നിനും വിശദീകരണമില്ല. നബി ഇതിന് പല സന്ദർഭങ്ങളിൽ പല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്, പല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം ഹദീസുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പരസ്പരം ഒരുപാട് കോൺട്രഡിക്ഷൻസ്, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ട്. ആ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഏതാണ് പെറുക്കിയെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക്, മുഫസ്സിറുകൾക്ക്, ഇമാമുകൾക്കിടയിലുണ്ടായ തർക്കം കാരണമാണ് ഇസ്ലാമിൽ പല ഇമാമുകളും പല മദ്ഹബുകളായിട്ട് പലതരം ശരീഅത്ത് നിയമങ്ങളായിട്ട് ഭിന്നിച്ചു പോയത്. ഇത് നിസ്സാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാം. എന്തിനാണ് ഖുർആൻ വന്നത്? മനുഷ്യർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അപ്പിയിട്ടാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്, മൂത്രമൊഴിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കാനാണ്. മനുഷ്യർക്ക് ആ യുക്തി കൊണ്ട് ചിന്തിച്ചതൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതിയുണ്ട്. അത് കാരണം അള്ളാഹു ആകാശത്തു നിന്ന് വെളിപാടിറക്കി തന്നതാണ്. പക്ഷേ വെളിപാട് വായിച്ചാൽ നമുക്ക് പിന്നെ ഉള്ള യുക്തിയൊന്നും പോരാ, അതെന്താണെന്ന് മനസ്സിലാക്കാം. കൂടുതലൊന്നും പറയുന്നില്ല. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.